ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗ. രണ്ടാമത്തെ അധ്യായം സാഖ്യ യോഗ. ഈ സാഖ്യയോഗയിൽ ഭഗവാൻ എന്താണ് അർജുനനോട് പറഞ്ഞു കൊടുത്തത്? അർജുനൻ മോക്ഷം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചില സംശയങ്ങൾ അപ്പോഴും അർജുനന് ഉണ്ട്. ആ സംശയങ്ങൾ കർമ്മവാസനയുമായി ബന്ധപ്പെട്ടതാണ്. പ്രധാനമായും കർമ്മയോഗത്തെ പറ്റിയിട്ടാണ് രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വിവരിച്ചത്. രണ്ടാമത്തെ അധ്യായം മുഴുവനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഭഗവാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് നിന്റെ കർമ്മം അത് നീ അനുഷ്ഠിക്കുക. അതിനെ പറ്റിയിട്ടാണ് ഭഗവാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ആത്മസാക്ഷാത്കാരം ലക്ഷ്യമാക്കി ഫലം എന്ന ഇച്ഛ വെടിഞ്ഞിട്ട് നീ നിന്റെ ജോലി ചെയ്യുക. ഇവിടെ ഭഗവാൻ അർജുനനിലൂടെ നമ്മളോടും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അർജുനൻ്റെ ജോലി അർജുനനോട് ചെയ്യാൻ പറയുന്നു. നമ്മളുടെ ജോലി അത് നമ്മളും ചെയ്യുക. അതല്ലാതെ അർജുനനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാനും നാളെ മുതൽ അമ്പും വില്ലുമെടുത്ത് യുദ്ധത്തിന് പോകണം എന്നല്ല ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ആരോട് ഏത് സന്ദർഭത്തിലാണ് ഇത് പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ ഫലം ആഗ്രഹിക്കാതെ നീ നിന്റെ ജോലി കൃത്യമായി ചെയ്യുക, അതാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ നിസ്വാർത്ഥരായി കർമ്മം ചെയ്യുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കർമ്മം ചെയ്യുക, നീ നിന്റെ ജോലി ചെയ്യുക, അതാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജോലി, നീ നിന്റെ ജോലി വളരെ കൃത്യമായി ചെയ്യുക. അതിൻ്റെ ഫലമൊന്നും നീ ആഗ്രഹിക്കേണ്ട. കൃത്യമായ ഫലം അത് ഭഗവാൻ തന്നുകൊള്ളും എന്ന് ഇവിടെ വീണ്ടും വീണ്ടും ഭഗവാൻ രണ്ടാമത്തെ അധ്യായത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഇത്രയൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടും അർജുനന് വീണ്ടും വീണ്ടും സംശയമാണ്. എന്താണ് എൻ്റെ കർമ്മം? ഇവിടെ ഇത്ര ഘോരമായ യുദ്ധം ചെയ്യുന്നതാണോ എൻ്റെ കർമ്മം? കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം തന്നെ വേണമെന്നുള്ളത് നിർബന്ധമാണോ? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ പോരെ? ഇതാണ് അർജുനൻ്റെ സംശയം. ഈ സംശയം അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട്. ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ മൂന്നാമത്തെ അധ്യായം കർമ്മയോഗത്തിലേക്ക് കടക്കുകയാണ്. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, ജ്യായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർ ജനാർദ്ദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഇവിടെ അർജുനൻ കേശവനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? അല്ലയോ ജനാർദ്ദന, കർമ്മത്തേക്കാൾ ബുദ്ധിയോഗമാണ് ശ്രേഷ്ഠം എങ്കിൽ എന്തിന് എന്നെ ഈ ഘോരമായ കർമ്മത്തിന്
നിയോഗിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ധ്യായസി അതെന്താണ്? ഉത്തമമായ. ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർ എന്താണ് അതിൻ്റെ അർത്ഥം? എങ്കിൽ കർമ്മത്തേക്കാൾ യോഗബുദ്ധിയാണ് വിലപ്പെട്ടതെന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടെങ്കിൽ, മതാബുദ്ധിർ ജനാർദ്ദന, ഭഗവാന് അങ്ങനെയൊരു അഭിപ്രായമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ്, തത് കിം അപ്പോൾ എന്തിന്, കർമ്മണി പ്രവർത്തി, ഘോരമായ ഘോരമായ മാം എന്നെ നിയോജയസി നിയോഗിക്കുന്നത്. അല്ലയോ കേശവ, അങ്ങേക്ക് അങ്ങനെയൊരു അഭിപ്രായമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും ഘോരമായ ഈ കർമ്മം ചെയ്യുന്നതിന് എന്നെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ വീണ്ടും അർജുനൻ സംശയത്തോടുകൂടി സർവേശ്വരനോട് ചോദിക്കുന്നത്. ഇവിടെ യോഗബുദ്ധിയെ പറ്റി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞതാണ്. യോഗബുദ്ധി എന്താണ്? അതായത് ആത്മസാക്ഷാത്കാരം ലക്ഷ്യമാക്കി ഫലസംഗം വെടിഞ്ഞിട്ട് ഒരു തുലനമായ നില ശീലിക്കുക എന്നുള്ളതാണ് യോഗബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ തന്നെ നമ്മൾ നിരന്തരം പറഞ്ഞതാണ്, സുഖമായാലും ദുഃഖമായാലും എന്തായാലും അതിനെ തുല്യമായി കാണുക. അതെല്ലാം സർവേശ്വരൻ നിനക്കു തന്നതാണ്, നിന്റെ കർമ്മഫലങ്ങളാണ്. എല്ലാത്തിലും ഒരു തുല്യത കണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് ശാന്തമാകുമെന്ന് നമ്മൾ പറഞ്ഞു. അതിനെയാണ് യോഗബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കർമ്മബുദ്ധിയേക്കാൾ അല്ലെങ്കിൽ കർമ്മത്തേക്കാൾ യോഗത്തിന് കൂടുതൽ പ്രാധാന്യം ഭഗവാൻ കൊടുക്കുന്നു, അങ്ങേക്ക് അതാണ് ശ്രേഷ്ഠമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വലിയ കർമ്മം, അതായത് ഈ ഘോരമായ കർമ്മം, യുദ്ധമെന്ന ഇത്രയും ഘോരമായ കർമ്മം ചെയ്യാൻ അങ്ങ് നിർബന്ധിക്കുന്നത്? അങ്ങ് തന്നെയാണ് പറയുന്നത്, ബുദ്ധിയോഗമാണ് കർമ്മത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമെന്ന്. ഇങ്ങനെ ചോദിച്ചിട്ട് വീണ്ടും ഒരു സംശയം കൂടി അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹ അസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോ അഹം ആപ്നുയാം. ഇവിടെ അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, അല്ലയോ കൃഷ്ണ, അങ്ങ് ഇങ്ങനെ പലതും കൂട്ടിക്കലർത്തി പറയുന്നത് കൊണ്ട്, അങ്ങനെ ഉപദേശിക്കുന്നത് കൊണ്ട് അങ്ങയുടെ വാക്കുകൾ എന്നെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നു. അത് എൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നു, എനിക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. അതിനാൽ ശ്രേയസ് ഏതൊന്നിനാൽ ലഭിക്കുന്നുവോ അത് അങ്ങെനിക്ക് പറഞ്ഞു തന്നാലും എന്നാണ് ഇവിടെ വീണ്ടും അർജുനൻ ഭഗവാനോട് പറയുന്നത്. അതായത് കൃത്യമായ ഉപദേശം അങ്ങെനിക്ക് നൽകൂ, അങ്ങയുടെ വാക്കുകൾ എന്നെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നു, എൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ വ്യാമിശ്രേണ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്താക്കുഴപ്പം വരുത്തുക എന്നതാണ്. അതുപോലെ ബുദ്ധിയും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അറിയുന്നതിൽ നിന്ന്. മോഹയസി ആ വാക്കിൻ്റെ അർത്ഥം കുഴക്കുക, അതായത് കുഴപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഏകം ഒന്നിൽ അല്ലെങ്കിൽ ഒന്ന്, നിശ്ചിത്യ അർത്ഥം ഉറപ്പിച്ച്, യേന ഏതൊന്നിനാൽ എന്നാണ് അർത്ഥം.
അഹം നമുക്കറിയാം, ഞാൻ. ശ്രേയ അത് നന്മ അല്ലെങ്കിൽ ശ്രേയസ്. ആപ്നുയാം അർത്ഥം എന്താണ്? പ്രാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അങ്ങിങ്ങനെ പലതരത്തിൽ പറയുന്നു. ചിലപ്പോൾ പറയും കർമ്മത്തിനാണ് കൂടുതൽ പ്രാധാന്യമെന്ന്, ചിലപ്പോൾ പറയും യോഗബുദ്ധിക്കാണ് കൂടുതൽ പ്രാധാന്യമെന്ന്. എനിക്കിപ്പോൾ ആകെ അങ്ങ് സംശയമാകുന്നു. എന്താണ് അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏതിനാണ് കൂടുതൽ പ്രാധാന്യം? ഏതു ചെയ്യുന്നതാണ് എനിക്ക് ഉത്തമം? അതെനിക്ക് അങ്ങ് വളരെ കൃത്യമായി പറഞ്ഞു തരണം എന്ന് അർജുനൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിലൂടെ. നമുക്കൊന്ന് നോക്കാം. ശ്രീ ഭഗവാനുവാച. ഭഗവാൻ അർജുനനോട് പറയുന്നു. ഭഗവാൻ എന്താണ് പറയുന്നത്? ലോകേ അസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്താമയ അനഘജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഭഗവാൻ പറയുന്നു, ഹേ പാപരഹിത, ഈ ലോകത്തിൽ 2 വിധത്തിലുള്ള നിഷ്ഠകൾ ഞാൻ മുമ്പ് പറഞ്ഞു. സാഖ്യന്മാരുടെ ജ്ഞാനയോഗവും യോഗികളുടെ കർമ്മയോഗവും. അങ്ങനെ 2 തരത്തിലുള്ള യോഗത്തെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞു എന്ന് ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നു. സാഖ്യാനാം ജ്ഞാനയോഗേന. എന്താണ് ഇതിൻ്റെ അർത്ഥം? സാഖ്യന്മാരുടെ ജ്ഞാനയോഗം, അതായത് 2 തരത്തിലുള്ള ജീവിത രീതികളെ പറ്റിയിട്ടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. ചിലർ അവരുടെ പൂർവജന്മ സുഹൃതം കൊണ്ട് ആ യോഗത്തിൽ ജീവിക്കുന്നു, അതായത് ജ്ഞാനയോഗത്തിൽ ജീവിക്കുന്നു. അവർക്ക് ശരിയായ അറിവ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത്? ശങ്കരാചാര്യർ. വളരെ ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനിയാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ പൂർവജന്മ പുണ്യം കൊണ്ട് അവർക്ക് ലഭിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പക്ഷേ സന്യാസം എന്ന ആശ്രമം സ്വീകരിച്ച് ഭഗവാന്റെ ചിന്തയിൽ, ആത്മചിന്തനത്തിൽ മുഴുകി കഴിയുന്നു. ഈ സന്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം ഉപേക്ഷിച്ചിട്ട്, അതായത് ജന്മവാസനകളെല്ലാം ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായ ആ സത്യത്തിലേക്ക് ലയിക്കുന്നതിനെ സന്യാസമെന്ന് പറയാം. അതല്ലെങ്കിൽ ലൗകിക ജീവിതം ജീവിക്കുന്നവരും സന്യാസികളെ പോലെ ജീവിക്കാറുണ്ട്. അതായത് അവർ ഒന്നിലും അഹങ്കരിക്കാറില്ല, ഒരു കാര്യത്തിലും അവർ അമിതമായി ആഹ്ലാദിക്കാറില്ല, അഹങ്കരിക്കാറില്ല, ദുഃഖിക്കാറില്ല. തങ്ങളുടെ ജോലികളെല്ലാം ചെയ്ത് ആ ജോലികളെല്ലാം ഭഗവാന് സമർപ്പിച്ച് എന്തു വന്നാലും, സുഖമായാലും ദുഃഖമായാലും അതെല്ലാം തൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് എന്ന് ചിന്തിച്ച് ആ ജ്ഞാനം, അതായത് ആ പരമസ്വരൂപം എന്ന ജ്ഞാനം മനസ്സിലാക്കി അവർ മുമ്പോട്ട് പോകുന്നു. അങ്ങനെയുള്ള ജ്ഞാനം ഉള്ള ആളുകളെ എന്തെന്ന് വിളിക്കും? സാഖ്യന്മാർ എന്ന് വിളിക്കും. അവർക്ക് ജ്ഞാനയോഗമാണുള്ളത്, അതായത് ശരിയായ അറിവ് അവർക്ക് ഉണ്ട് എന്ന് അർത്ഥം. ഇനി പറഞ്ഞിരിക്കുന്നു കർമ്മയോഗേന യോഗിനാം എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് യോഗികൾക്ക് എന്തു യോഗമാണുള്ളത്? കർമ്മയോഗമാണ് ഉള്ളത്. അധികം ആളുകളും ഈ യോഗത്തിലാണ് ജനിക്കുന്നത്. അതായത് എത്ര തന്നെ അവരോട് പറഞ്ഞാലും
അവരെത്ര തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചാലും, കൃത്യമായി ബുദ്ധിയെ ഉറപ്പിക്കാൻ ശ്രമിച്ചാലും കർമ്മവാസന അവർക്ക് തടസ്സമായി നിൽക്കുന്നു. അതായത് എല്ലാം അവർ കേൾക്കും, എല്ലാം അറിയും, കൃത്യമായി നാമം ജപിക്കും, സത്സംഗമൊക്കെ കേൾക്കും, മനസ്സിലിങ്ങനെ ചിന്തിക്കും, ഇനി മുതൽ അങ്ങനെയൊന്നും ചെയ്യരുത്, ദേഷ്യപ്പെടരുത്, അസൂയ പാടില്ല, കുശുമ്പ് പാടില്ല, ഒന്നിലും അമിതമായി അഹങ്കരിക്കരുത്, സന്തോഷിക്കരുത്, അമിതമായി ദുഃഖിക്കരുത്, എല്ലാം കർമ്മഫലമാണ് എന്നൊക്കെ സത്സംഗമൊക്കെ കേൾക്കും, ഇതൊക്കെ മനസ്സിലാക്കും. എന്നിട്ട് പോകുന്ന വഴിക്ക് തന്നെ, ഇതെല്ലാം കേട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ വീണ്ടും പഴയപടി ആകും. അങ്ങനെയുള്ളവരുടെ വാസനയാണ് എന്തെന്ന് പറയുന്നത്? കർമ്മവാസന. കർമ്മയോഗേന യോഗിനാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയില്ലേ, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെയിരിക്കൂ. നമ്മൾ മറ്റൊരു കാര്യവും പറയും, അതവൻ്റെ കർമ്മവാസനയാണ്, അവൻ്റെ സ്ഥിരം സ്വഭാവമാണ്. എത്ര തന്നെ അവൻ നല്ലതായി ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചാലും ചില സമയത്ത് അവൻ്റെ ആ യഥാർത്ഥ സ്വഭാവം, ആ കർമ്മവാസന പുറത്തു വരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനെ പറ്റിയിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള യോഗങ്ങളുള്ള മനുഷ്യരുണ്ട്. ആ 2 തരത്തിലുള്ള ആളുകളെ പറ്റിയും ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ലൗകിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കവേ മനസ്സിൻ്റെ ആ സമസ്ഥിതി എന്ന യോഗം അഭ്യസിക്കുവാൻ വളരെയധികം പ്രയാസമുണ്ടാകുന്നത് കൊണ്ടാണ് ഈ മാർഗത്തിന് എന്ത് പേര് ലഭിച്ചത്? കർമ്മയോഗം എന്ന പേര് ലഭിച്ചത്. കർമ്മയോഗത്തിലെ കർമാനുഷ്ഠാനം തൻ്റെ വാസനകളെ ക്ഷയിപ്പിച്ച് ആത്മബുദ്ധി വളർത്തി ഒരു സന്യാസിയുടെ ഹൃദയം പോലെ, മനസ്സുപോലെ ആ മനുഷ്യനെ ആക്കുന്നു, അങ്ങനെ ശുദ്ധീകരിക്കുന്നു. തുടർന്ന് ആ മനസ്സ് ജ്ഞാനം അഭ്യസിക്കുന്നതിനായി തയ്യാറെടുക്കുന്നു, അതിനുള്ള കഴിവ് ലഭിക്കുന്നു. അതായത് കർമ്മയോഗ വാസനകളുള്ള ഒരു മനുഷ്യനെ നിരന്തരം ജ്ഞാനബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് അവൻ്റെ അത്തരത്തിലുള്ള വാസനകളെ ക്ഷയിപ്പിച്ച് അവൻ്റെ ആ ചിത്തം ജ്ഞാനം അഭ്യസിക്കുന്നതിന് കഴിവുള്ളതാക്കി തീർക്കുന്നു. ഇവിടെ അർജുനൻ്റെ ഹൃദയത്തെ ഉപദേശിച്ച് ശരിയായ ജ്ഞാനമാർഗത്തിലേക്ക് ഭഗവാൻ എത്തിക്കുകയാണ്. ചുരുക്കത്തിൽ കർമ്മയോഗത്തിലെ കർമ്മം ചിത്തശുദ്ധിക്കും, ആ ചിത്തശുദ്ധി ജ്ഞാനത്തിനും, ആ ജ്ഞാനം മോക്ഷത്തിനും ആണ് വഴിതെളിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് ആദ്യം സാഖ്യബുദ്ധിയും പിന്നെ യോഗബുദ്ധിയും ഉപദേശിക്കുന്നത്. അതിനുശേഷം ഭഗവാൻ അർജുനനോട് പറയുന്നു, യോഗബുദ്ധിയെ നീ ശരണം പ്രാപിക്കുക. അല്ലെങ്കിൽ അർജുനന് കർമ്മബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ആദ്യം തന്നെ ജ്ഞാനം അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഇവിടെ ഒരു വലിയ കണക്ക്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. ശരിക്കും കൂട്ടാനും കുറയ്ക്കാനും ഒന്നും അത്ര വശമില്ലാത്ത ഒരു കുട്ടിയുടെ മുമ്പിൽ ചെന്ന് ആ വലിയ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുത്താൽ ആ കുട്ടിക്ക് അതത്ര മനസ്സിലാകണമെന്നില്ല. ആദ്യം ആ കുട്ടിയെ അക്കങ്ങളും അതിൻ്റെ കൂട്ടാനും കുറയ്ക്കാനും, അത് തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആ കുട്ടിയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഭഗവാൻ ആദ്യം തന്നെ വലിയ കാര്യങ്ങളൊന്നും അർജുനനോട് പറയാത്തത്. കർമ്മവാസന അത് കുറച്ചു കൊണ്ടുവന്ന് യഥാർത്ഥ ജ്ഞാനത്തിലേക്ക്
അർജുനനെ എത്തിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ആ ജ്ഞാനം അർജുനന് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അർജുനൻ എന്താണ്? മോക്ഷമാണ് ലഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രമിക്കുന്നതും. ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ എന്താണ് പറഞ്ഞത്? ഹേ പാപരഹിത, ഈ ലോകത്തിൽ 2 വിധത്തിലുള്ള നിഷ്ഠകൾ ഉണ്ട് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ആ 2 നിഷ്ഠകളുടെ പേരാണ് പറയുന്നത്. സാഖ്യന്മാരുടെ ജ്ഞാനയോഗവും യോഗികളുടെ കർമ്മയോഗവും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ അനഘ എന്ന വാക്കുകൊണ്ടാണ് പാപരഹിതൻ, അനഘ എന്ന വാക്കിൻ്റെ അർത്ഥം പാപരഹിതൻ. അതുപോലെ അസ്മിൻ, ഇവിടെ, ലോകെ, ഈ ലോകത്ത്, ദ്വിവിധ, 2ആയിട്ട്, നിഷ്ഠ, വഴി, പുര, പണ്ട്, പ്രോക്ത, പറഞ്ഞിരുന്നു, മയ, എന്നാൽ, അനഘ, പാപരഹിതൻ, ജ്ഞാനയോഗേന, അർത്ഥം ജ്ഞാനമാർഗം, സാഖ്യാനാം, സാഖ്യമാർഗികൾ, കർമ്മയോഗേന, കർമ്മമാർഗം, യോഗീനാം, യോഗികൾ. ഇതാണ് വാക്കുകളുടെ അർത്ഥം. വീണ്ടും ഭഗവാൻ അർജുനനോട് പറയുകയാണ്, ന കർമ്മണ അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ നച സന്യാസനാദേവ സിദ്ധിം സമതി ഗച്ഛതി. കർമ്മണാം എന്താണ് അർത്ഥം? പ്രവർത്തനം. അനാരംഭാത് എന്താണ്? നോൺ പെർഫോമൻസ്, പ്രവർത്തിക്കാതിരിക്കൽ. നൈഷ്കർമ്മ്യം കർമ്മരഹിതം, പുരുഷോ മനുഷ്യൻ, അശ്നുതേ എത്തിച്ചേരുന്നു, ന ഇല്ല, ച കൂടെ. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം. സന്യാസനാഥ് അർത്ഥം എന്താണ്? ത്യജിക്കൽ. ഏവ ഒന്നു മാത്രം, സിദ്ധിം ഉത്കൃഷ്ടത, സമാധി ഗച്ഛതി അർത്ഥം എത്തിച്ചേരുന്നു. ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാൻ എന്താണ് പറയുന്നത്? കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് കർമ്മസ്പർശനം ഇല്ലാത്ത ബ്രഹ്മനിഷ്ഠ അനുഭവിക്കുന്നില്ല. ബാഹ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള സന്യാസം സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രം അവന് സിദ്ധി കൈവരുന്നതുമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എത്ര വലിയ ഒരു കാര്യമാണ് ഭഗവാൻ ഇവിടെ, ഒരു വലിയ അറിവാണ് ഭഗവാൻ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. അതായത് അർജുനൻ്റെ ഒരു തോന്നലുണ്ട്, എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം, ഞാനങ്ങ് നേരെ ജ്ഞാനമൊക്കെ നേടി മോക്ഷത്തിലേക്ക് പോവുകയാണ്, സന്യാസമാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഉത്തമം, യുദ്ധമൊക്കെ വളരെ പാപമാണ്, ഘോരമായ കർമ്മമാണ്, അതുകൊണ്ട് മോക്ഷമാണ് എനിക്ക് ആഗ്രഹം, എനിക്കെല്ലാ അറിവുകളുമുണ്ട്, എനിക്കിനി ആ അറിയാൻ മേലാത്ത കുറച്ച് അറിവുകൾ കൂടി മാത്രമേ ഉള്ളൂ, അതിങ്ങ് തന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ സന്യാസമൊക്കെ സ്വീകരിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്ത് കർമ്മങ്ങളൊക്കെ, അതായത് ഇങ്ങനെയുള്ള ഘോര കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് സന്യാസം എന്ന കർമ്മമൊക്കെ സ്വീകരിച്ച് അങ്ങിരിക്കാം, അതാണ് ഏറ്റവും ഉത്തമം എന്ന ഒരു രീതിയിലാണ് ഇവിടെ അർജുനൻ സംസാരിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ എന്തു പറഞ്ഞത്? അതായത് നീ നിന്റെ കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാതെ നേരെ സന്യാസം ചെയ്യാനായി പോയതുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ലഭിക്കുന്നതല്ല. എന്നാൽ നീ നിന്റെ ജോലി ചെയ്യുമ്പോൾ അത് സ്വാർത്ഥ താല്പര്യത്തോടു കൂടി ചെയ്താൽ ആ ജോലിക്ക് നീ ആഗ്രഹിച്ച ഫലം ലഭിക്കുന്നതുമല്ല. അതുകൊണ്ട് അർജുനൻ നൈഷ്കർമ്മ്യ സിദ്ധിയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ പെട്ടെന്ന് തന്നെ സന്യാസം എന്ന കർമ്മം സ്വീകരിക്കുന്നത് പ്രയോജനകരം ആയിരിക്കുകയില്ല എന്ന് മാത്രമല്ല, വേണ്ടതുപോലെ കർമ്മം അനുഷ്ഠിക്കുന്നത് പ്രയോജനകരം ആയിരിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ
ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു സിനിമ കണ്ടിട്ടുണ്ട്. ഏത് സിനിമയാണ്? ചിന്താവിഷ്ടയായ ശ്യാമള. ജോലി ചെയ്യാൻ മടിയുള്ള ഒരു ഭർത്താവ്, ഭാര്യയെയും അച്ഛനെയും ഒക്കെ പറ്റിച്ചിങ്ങനെ നടക്കുന്ന ഒരു ഭർത്താവ്. ഏറ്റവും അവസാനം ഒരു ജോലിയും ചെയ്യണ്ടല്ലോ, ഭഗവാനെ പ്രാർത്ഥിച്ചിങ്ങനെ ഇരുന്നാൽ മതിയല്ലോ, അതാണ് ഏറ്റവും നല്ലത് എന്ന് കരുതി എവിടേക്ക് പോകുന്നു? സന്യസിക്കാനായിട്ട് പോകുന്നു. അവിടെ ചെന്നപ്പോൾ എന്താണ് കാണുന്നത്? അവിടെ സന്യാസിമാരെല്ലാം ഓടി നടന്ന് ജോലി ചെയ്യുന്നു. ഒന്ന് ഇരുന്ന് വർത്തമാനം പറയാൻ പോലും, ഒരു വിശേഷം ചോദിക്കാൻ പോലും, ഒരു സംശയം ചോദിക്കാൻ പോലും ഒരു സന്യാസിയെയും ശ്രീനിവാസന് കിട്ടുന്നില്ല. കാരണം അത്ര ജോലിയാണ് എല്ലാവരും. പിന്നീട് ശ്രീനിവാസന് മനസ്സിലാകുന്നുണ്ട്, അങ്ങനെയൊന്നും എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സന്യാസം എന്നത്. നീ നിന്റെ ജോലികളെല്ലാം കൃത്യമായി വീട്ടിൽ പോയി ചെയ്യൂ. എല്ലാ കടമകളും ജോലികളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചതിനു ശേഷം പിന്നീട് സ്വീകരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സന്യാസം. അല്ലെങ്കിൽ എന്തു വേണമായിരുന്നു? വളരെ ചെറുപ്പത്തിലുള്ള കാലത്തിൽ തന്നെ ശങ്കരാചാര്യരെ പോലെയൊക്കെ എന്തു ചെയ്യണമായിരുന്നു? ആ ജ്ഞാനം എന്ന മാർഗത്തിലേക്ക് ആദ്യമേ ആ ജ്ഞാനം ഉൾക്കൊണ്ട് ആ നിലയിലേക്ക് പോകണമായിരുന്നു. ഇല്ലെങ്കിൽ എന്തു വേണം? ഇപ്പോൾ ശ്രീനിവാസൻ ഒരു ഭർത്താവാണ്, കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്, അതുപോലെ ഒരു മകനാണ്. അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ജോലി ചെയ്യണം, കുടുംബം പുലർത്തണം, അതാണ് നിന്റെ ജോലി. ആ ജോലി ചെയ്യാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആ ജോലിയൊക്കെ ചെയ്ത് നിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം നിനക്ക് സന്യാസം സ്വീകരിക്കാം. ഇതുതന്നെയാണ് അർജുനനോടും ഭഗവാൻ പറയുന്നത്. ഇപ്പോൾ നീ ക്ഷത്രിയനാണ്, നിന്റെ ഉത്തരവാദിത്തം ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നിന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്ന സകലമാന യോദ്ധാക്കളും. അതുകൊണ്ട് ക്ഷത്രിയനായ നിന്റെ ജോലി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്, ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാതെ എനിക്ക് മോക്ഷം മതി എന്നു കരുതി നേരെ ഓടിയൊളിച്ചു കാട്ടിൽ പോയി കാഷായ വസ്ത്രമൊക്കെ സ്വീകരിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് സന്യാസിയായിരുന്നാൽ നിനക്ക് സൽഗതി ലഭിക്കുകയില്ല. നീ നിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഓടിപ്പോയ ഭീരുവായിട്ടേ നിന്നെ കണക്കാക്കൂ എന്നാണ് ഇവിടെ ഭഗവാൻ ഈ 2 ശ്ലോകത്തിലൂടെ അർജുനന് ഉപദേശിച്ച് കൊടുക്കുന്നത്. അതിലൂടെ നമ്മളും പഠിക്കേണ്ടുന്ന കാര്യം എന്താണ്? ജോലി ചെയ്യുക. എൻ്റെ ജോലി വളരെ കൃത്യമായി ഞാൻ ചെയ്യുക. അത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഉള്ളതാകരുത്. മനസ്സർപ്പിച്ച് സന്തോഷത്തോടു കൂടി അത് ചെയ്യുക. ഫലം അതെന്തു തന്നെയായാലും അത് സർവേശ്വരൻ നമുക്ക് നൽകും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലമായിരിക്കും, ചിലപ്പോൾ മറിച്ചാകാം. പക്ഷെ എന്തു തന്നെയായാലും അത് ഈശ്വരൻ്റെ നിശ്ചയം ആണ് എന്ന് കരുതി രണ്ടിനെയും തുല്യഭാവത്തോടു കൂടി സ്വീകരിച്ച് ഭഗവാനിൽ മനസ്സുറപ്പിച്ച് എല്ലാം സർവേശ്വരൻ്റെ ഇഷ്ടമാണ് എന്ന് നിശ്ചയിച്ച് എന്തു തന്നെ ദുരിതങ്ങൾ നമുക്ക് തന്നാലും ആ ദുരിതങ്ങൾ സഹിച്ച് മുമ്പോട്ട് പോകാൻ, നേർവഴി കാണിച്ചു തരാൻ നല്ല ബുദ്ധി നമുക്കുണ്ടാകാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച് സുഖവും ദുഃഖവും ഒരുപോലെ സ്വീകരിച്ച് മുമ്പോട്ട് പോകാനാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. നിന്റെ ജോലികളെല്ലാം നീ ചെയ്യുക. അതിനുശേഷം നിനക്ക് ജ്ഞാനമാർഗം ഉണ്ടാവുകയും ആ ജ്ഞാനത്തിലേക്ക് നീ എത്തുകയും അതിനുശേഷം നീ മോക്ഷത്തിലേക്ക് എത്തുകയും ചെയ്യും. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതയാത്ര പൂർത്തിയാവുകയുള്ളൂ എന്നാണ് ഇവിടെ
ഭഗവാൻ അർജുനന് ഉപദേശിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവത്ഗീത വളരെ കൃത്യമായി എല്ലാവരും പഠിക്കണം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.